ബംഗാളിൽ രണ്ടാം ഘട്ടത്തിലും കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇതാ വിഷ്ണു തലവൂർ വിശദവിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ആദ്യഘട്ടത്തിലേതുപോലെ തന്നെ ബംഗാളിലും കനത്ത പോളിംഗ് ആണ്. ഒപ്പം ഇന്ന് എക്സിറ്റ് പോളുകൾ അടക്കം പുറത്തുവരുന്ന സാഹചര്യമുണ്ടായി. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അക്ഷയ്, എന്തായാലും ആദ്യഘട്ടത്തിലേതുപോലെ തന്നെ രണ്ടാം ഘട്ടത്തിലും റെക്കോർഡ് പോളിംഗ് തന്നെയാണ് ബംഗാളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 92% മുകളിലാണ് രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നും വ്യാപകമായിട്ടുള്ള അക്രമം ബംഗാളിലെ പല മേഖലകളിലും, പ്രത്യേകിച്ച് മമതാ ബാനർജിയുടെ ഭവാനിപ്പൂരിലടക്കം വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി വോട്ടെടുപ്പ് പൂർത്തിയതിന് പിന്നാലെ എക്സിറ്റ് പോളുകൾ ബംഗാളിൽ പുറത്തു വന്നിട്ടുണ്ട്. ബംഗാളിലെ എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ കഴിഞ്ഞ 2021 പോലെ തന്നെ ഇത്തവണയും പ്രവചനാതീതമായിട്ടുള്ള എക്സിറ്റ് പോളുകൾ തന്നെയാണ് ബംഗാളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ചില സർവേകൾ എക്സിറ്റ് പോളുകൾ BJPക്ക് മുൻതൂക്കം പ്രവചിക്കുമ്പോൾ മറ്റ് ചില എക്സിറ്റ് പോളുകൾ തൃണമൂൽ കോൺഗ്രസിനാണ് മുൻതൂക്കം പ്രവചിക്കുന്നത്. പക്ഷേ വളരെ ടൈറ്റ് ഫൈറ്റ് ആണ് എന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചാണക്യ BJPക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. 160 സീറ്റ് വരെ BJPക്ക് ലഭിക്കുമെന്നതാണ് ചാണക്യ ഒരു പ്രവചനം നടത്തുന്നത്. മെട്രിക്സ് BJPക്ക് 161 സീറ്റ് വരെയും, JVC പക്ഷേ കൃത്യമായിട്ടൊരു ഭൂരിപക്ഷം പറയാൻ തയ്യാറാകുന്നില്ല. വളരെ കടുത്ത മത്സരമെന്നാണ് JVC സർവേയിൽ പറയുന്നത്. 138 മുതൽ 159 സീറ്റ് വരെ BJPക്കും തൃണമൂൽ കോൺഗ്രസിന് 131 മുതൽ 152 സീറ്റ് വരെയുമാണ് JVC സർവേ പറയുന്നത്. അതേസമയം പോൾ ഡയറി തൃണമൂൽ കോൺഗ്രസിന് BJPക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. 171 സീറ്റ് വരെ BJPക്ക് പോൾ ഡയറി പ്രവചിക്കുന്നുണ്ട്. പി മാർക്ക് 175 സീറ്റ് വരെയും, പീപ്പിൾസ് പൾസ് 187 സീറ്റ് വരെയും BJPക്ക് ഒരു പ്രവചനം നടത്തുന്നുണ്ട്. അതേസമയം ജന്മത്ത് ഉൾപ്പെടെയുള്ള സർവേകൾ തൃണമൂൽ കോൺഗ്രസിനാണ് ഒരു മുൻതൂക്കം നൽകുന്നത്. ജന്മത്ത് തൃണമൂൽ കോൺഗ്രസിന് 205 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. അക്ഷയ്, ശരി. വിഷ്ണു തലവൂരാണ് ബംഗാളിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.